ഞാൻ പട്ടണത്തിൽ പോകുന്ന ലൊക്കേഷൻ ആലുവ ചെന്നു. പക്ഷെ അദ്ദേഹം എന്നെ കാണാൻ സമ്മതിച്ചില്ല. ജോണി ആൻ്റണി രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം വരെ നിർത്തി. 10 മണി വൈകുന്നേരം മമ്മൂട്ടി സാർ വന്നപ്പോൾ കണ്ടില്ലേ പത്മകുമാർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാർ, അദ്ദേഹം തിരക്കിലാണ്. ജോണി ഇതാണ് ഞാൻ പറഞ്ഞ പത്മകുമാർ. ആണോ, ശരി, നമുക്ക് ഇതിൻ്റെ ഷൂട്ട് അവിടെ കാണും. പക്ഷെ പട്ടണത്തെ പൂത്തിൽ അദ്ദേഹം എന്നെ കാസ്റ്റ് ചെയ്തതാണ്. ആ സിനിമയാണ് മമ്മൂട്ടി സാർ എന്നെ കൂടെ അകത്തിക്കളഞ്ഞത്. കാരണം ഈ സിനിമയുടെ ഒരിടത്ത് പോലും എനിക്കൊരു ഡയലോഗ് തന്നില്ല. 35 ദിവസം ഞാൻ ലൊക്കേഷനിൽ പോയി വരുന്നു, വൈറ്റ് ഫോർട്ടിൽ താമസിച്ചു, ഒരു പൈസ പോലും എനിക്ക് തന്നില്ല. മാത്രമല്ല ലൊക്കേഷനിൽ എന്നെ ഭയങ്കരമായിട്ട് പലരും ടോർച്ചർ ചെയ്തായിരുന്നു. എന്നെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകി സാറിനെ വിളിച്ചു, സാറേ ഇതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഷൂട്ട് തീർന്നതിൻ്റെ 2ാമത്തെ ദിവസം ഞാൻ ഈ ഡയറക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ ഞാൻ എന്ത് തെറ്റാണ് അങ്ങയോട് ചെയ്തത്? ഒരു ഡയലോഗ് പോലും അങ്ങ് എനിക്ക് തന്നില്ല. എനിക്ക് കുഴപ്പമില്ല, അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എന്നെ ഒരുപാട് പലരും ലൊക്കേഷനിൽ എന്നെ ഇൻസൾട്ട് ചെയ്യും. എന്താണ് സാർ കാര്യമെന്ന് ചോദിച്ചു. അത് നിങ്ങളെ എനിക്കിഷ്ടമല്ല, എൻ്റെ ക്യാരക്ടർ നിങ്ങളല്ലായിരുന്നു എന്ന് പറഞ്ഞു. ബോംബെ എന്നൊരു മോഡലായിരുന്നു, നിങ്ങളെപ്പോലുള്ള ഒരാളല്ല തേജ എന്ന് പറയുന്ന ബൈക്ക് റേസർ. അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. കാരണം ഒരു വലിയൊരു മസ്കുലറായിട്ടുള്ള ഒരാളായിരിക്കണം ആ ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത്. എന്നെപ്പോലുള്ള ഒരാൾ ചെയ്താൽ ഞാനത് മിസ്കാസ്റ്റാണ്, അതെനിക്കും അറിയാം. അതിൻ്റെ ദേഷ്യമാണ് അദ്ദേഹം ആ ലൊക്കേഷൻ മുഴുവൻ കാണിച്ചത്. ശരിക്കും അത് മമ്മൂട്ടി സാറ് എന്നെയുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത് സ്ട്രോങ് ആയിട്ട്. മമ്മൂട്ടി സാർ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഇതിന് തന്നെ മാറ്റാനും പറ്റിയില്ല. ഇതെന്നെ വല്ലാതെ മമ്മൂട്ടി സാറോട് അടുപ്പിച്ചൊരു സംഭവമാണ്.